ഹായ് കൂട്ടുകാരെ, മലയാളം എളുപ്പത്തിൽ എഴുതുവാനും വായിക്കുവാനുമുള്ള 30 ക്ലാസ്സുകളിൽ 29ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ കോപ്പി പുസ്തകത്തിൽ എഴുതാൻ പോകുന്നത് ഖണ്ഡികയാണ്. ഖണ്ഡികയെക്കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്കിന്ന് പഠിക്കാം. വാക്ക്, വാക്യം, വാചകം ഇതെല്ലാം നമുക്ക് ഖണ്ഡിക എഴുതുമ്പോൾ തിരിച്ചറിയേണ്ടതുണ്ട്. വാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കുറേ വാക്കുകൾ പഠിച്ചില്ലേ? അർത്ഥമുള്ള ഒരാശയം ഉൾക്കൊള്ളുന്ന ഏകകം, എന്തിനെങ്കിലും സൂചിപ്പിക്കുന്നതായിരിക്കും വാക്ക്. പല വാക്കുകളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പൂച്ചക്കുഞ്ഞ്, പതുക്കെ, വാ, പോയി, ഓടി, ഉറക്കെ, ചക്ക, മാങ്ങ, വന്നു ഒക്കെ നമ്മൾ വാക്കുകളായി എഴുതി പഠിച്ചിട്ടുണ്ട്. വാക്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാശയം വെളിവാക്കുന്ന പദമോ പദങ്ങളുടെ കൂട്ടമോ ആണ് വാക്യം. അവിടെ ഒരാശയം ഉണ്ടായിരിക്കും. ഉദാഹരണം, മയിൽ നൃത്തം ചെയ്തു. മയിൽ നൃത്തം ചെയ്തു. നീ വിളിച്ചോ? വാ. ഇവിടെയെല്ലാം ഒരാശയം വെളിവാകുന്നു. അതുകൊണ്ട് അതിനെ നമ്മൾ വാക്യമെന്ന് വിളിച്ചു. ഇനി വാചകം എന്താണ്? സ്വതന്ത്രമായ ഒരർത്ഥം നൽകുന്ന ശബ്ദമാണ് വാചകം. കേൾക്കുമ്പോൾ തന്നെ അതിലൊരർത്ഥം ഉണ്ടാവും. മനു, പേന, വെയിൽ, ജലം. കണ്ടോ? അപ്പൊ കേൾക്കുമ്പോൾ തന്നെ ഒരു അർത്ഥം ഉണ്ടാകുന്ന ശബ്ദമാണ് വാചകം. അപ്പൊ വാക്യങ്ങളുടെ കൂട്ടമായാണ് നമ്മൾ ഖണ്ഡിക എഴുതി പഠിക്കാൻ പോകുന്നത്. ഖണ്ഡിക എന്നാൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ബന്ധമുള്ള കുറച്ച് വാക്യങ്ങൾ ചേർന്നുള്ള ഒരു ഗദ്യവിഭാഗം. ഇവിടെ കുറേ വാക്യങ്ങളുണ്ട്. ഈ വാക്യങ്ങളൊക്കെ തമ്മിൽ ഒരു ബന്ധമുണ്ട്. അപ്പൊ ബന്ധത്തോടുകൂടി വേണം വാക്യങ്ങളെ എഴുതാൻ. അങ്ങനെ വാക്യങ്ങളുടെ കൂട്ടമായാണ് ഒരു ഖണ്ഡിക കാണപ്പെടുന്നത്. എങ്കിൽ നമുക്ക് ഈ ഖണ്ഡിക പരിചയപ്പെടാം. കുറേ വാക്യങ്ങൾ ചേർന്നു വരുന്ന ഒരു ഖണ്ഡികയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നോക്കൂ, കാട്ടിലെ രാജാവാണ് സിംഹം. ഇതൊരു വാക്യമാണ്. ഒരിക്കൽ സിംഹം ഒരു മരച്ചുവട്ടിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. അടുത്ത വാക്യം. അപ്പോൾ ഒരു കടന്നൽ പറന്നു വന്ന് സിംഹത്തിൻ്റെ പുറത്തിരുന്നു. അടുത്ത വാക്യം. അത് സിംഹത്തെ കുത്തിവേദനിപ്പിച്ചു. അടുത്ത വാക്യം. സിംഹം അലറി വിളിക്കുന്നതു കേട്ടപ്പോൾ കടന്നലിനു സന്തോഷമായി. അടുത്തൊരു വാക്യം. ഒരു ചെറുജീവിയായ തനിക്കുപോലും കാട്ടിലെ രാജാവിനെ വേദനിപ്പിക്കാൻ കഴിയും എന്നോർത്ത് കടന്നൽ പൊട്ടിച്ചിരിച്ചു. നോക്കൂ കൂട്ടുകാരെ, ഒരു ഖണ്ഡികയാണ് നമ്മളിപ്പോൾ. ഖണ്ഡിക എന്ന് ചില സ്ഥലങ്ങളിൽ പറയും. ശരിക്കും ഖണ്ഡികയാണ് അല്ലേ? അപ്പൊ ഒരു ഖണ്ഡികയാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇത് ഇതേപോലെ നിങ്ങളുടെ കോപ്പി പുസ്തകത്തിന്റെ അടുത്ത പേജിൽ കടലാസ് പെൻസിൽ ഉപയോഗിച്ച് വായിച്ച് എഴുതണേ. നമ്മൾ വാക്കുകൾ പഠിച്ചു, വാക്യങ്ങൾ പഠിച്ചു. പക്ഷേ നമ്മൾ ഒരു ഖണ്ഡിക എഴുതുമ്പോൾ ബന്ധമുള്ള വാക്യങ്ങൾ ആയിരിക്കണം. അങ്ങനെ വേണം ഒരു ഖണ്ഡിക എഴുതാൻ. അല്ലാതെ നമുക്ക് തോന്നും പോലെ കുറെ വാക്കുകളും വാക്യങ്ങളും എഴുതിയാൽ ഒരു ഖണ്ഡിക ആവില്ല. അതിനെന്ത് വേണം? ബന്ധമുണ്ടാവണം, പരസ്പരം ബന്ധമുണ്ടാവണം എന്നും കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആണ് അടുത്ത ക്ലാസ്, 30ാമത്തെ ക്ലാസ്. കാത്തിരിക്കൂ.